Good morning, sir. Anjana, good morning. Good morning, sir. Yes, good morning. Good morning, sir. Okay, Kira. Okay, Nimisha, good morning. Hopsia, good morning. Maria Vijayan, good morning. Okay, let us start. Let us start. Okay, Afla. Yes, okay, Nimisha, let us start. ആരെങ്കിലും ഒന്ന് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. യെസ്, ഇന്ന് നമ്മുടെ എച്ച്.എയുടെ ഒരു ക്ലാസ്സിന്റെ ഓഗസ്റ്റ് ബാച്ചിന്റെ കോൺവൊക്കേഷൻസ് ഉടമ്പടി നടക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ടീച്ചർ ആ കുട്ടികളുടെ അടുത്തേക്ക് പോയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ടീച്ചർക്ക് പകരം ഞാൻ വരേണ്ടി വന്നത്. ഓക്കെ, ഓക്കെ പ്രിയ ബനു, ഗുഡ് മോർണിംഗ്. യെസ്, അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടെൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ലാസ്റ്റ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. യെസ്, അപ്പൊ ഇന്ന് വരുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാതെ പറഞ്ഞ ഏതെങ്കിലും ഒരു വിഷയം ഉണ്ടായിരുന്നോ? അല്ല, 2 ക്ലാസ്സില്ല, ഇന്നത്തെ ഈ ഒരു ക്ലാസ്. അടുത്ത ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. യെസ്, 2 ക്ലാസ്സില്ല, ഒരു ക്ലാസ് മതി. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞ സംഗതി വല്ലതും ഉണ്ടായിരുന്നോ? ആര്യ വിജയൻ? ഇല്ല. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങളോട് പറയാം, നമ്മൾ ഈ വിഷയം ഡിസ്കസ് ചെയ്താണോ നിങ്ങൾ പറയാം. മൈ ഫേവറേറ്റ്, ഓക്കെ വൈക, മൈ ഫേവറേറ്റ് ഫിലിം, അത് നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. ഓക്കെ ഫേവറേറ്റ് ഫിലിം പറഞ്ഞു. യെസ്, ഓക്കെ അതാ പറയാം. നമ്മൾ 3 സ്വപ്നങ്ങളെ കുറിച്ച് പറഞ്ഞു. ഹൈസ്കൂൾ, LP സ്കൂൾ ആൻഡ് UP കോളേജ് ലെവൽ പറഞ്ഞതാണ്. ഓക്കെ വെരി ഗുഡ്. ഓക്കെ അപ്പൊ അടുത്ത വിഷയത്തിലോട്ട് വരാം. യെസ്, ഓക്കെ വെരി ഗുഡ്. ഇനി നമുക്ക് അടുത്തായിട്ട് പറയാവുന്നത്, അടുത്തൊരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആൻഡ് ഹാപ്പി ഇൻസിഡന്റ് ഇൻ യുവർ ലൈഫ്. ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷം അല്ലെങ്കിൽ ചമ്മല് രസകരമായിട്ട് തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കോമഡി ആയിട്ട് സംഭവിച്ചിട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും വിഷയം ഉണ്ടാകും. ഒരു ഇൻസിഡന്റ് ഉണ്ടാകും, പറ്റിപ്പോയൊരു അബദ്ധം അല്ലെങ്കിൽ ഒരു കോമഡി, അങ്ങനെ ഒരു ഇൻസിഡന്റ് നിങ്ങളുടെ മനസ്സിലുണ്ടാകും. ട്രാജഡി വേണ്ട, ട്രാജഡി നമുക്ക് പിന്നീട് നമുക്ക് വേറെ ഒന്ന് എടുക്കും. അൺഫോർഗറ്റബിൾ ഇൻസിഡന്റ് വരുമ്പോൾ അവിടെ നമുക്ക് കൊടുക്കാം. ഇതങ്ങനെയല്ല, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ഹാപ്പി മൂമെന്റ് നിങ്ങളൊന്ന് ആലോചിച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ വെഡിങ് ഡേ ആയിരിക്കാം ദ ഹാപ്പി മൂമെന്റ് അന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഗതി ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പരീക്ഷ പാസ്സായി എന്നറിഞ്ഞ ആദ്യം അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന റിസൾട്ട്. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞാൽ അത് മാറും.
അപ്പോൾ നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ദി ഹാപ്പി മൂമെന്റ് ദാറ്റ് ഐ എക്സ്പീരിയൻസ്ഡ് ഇൻ മൈ ലൈഫ്, ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച ഒരു സന്തോഷ ദിവസം, ഹാപ്പി ഡേ ഇൻ മൈ ലൈഫ്, എൻ്റെ ജീവിതത്തിൽ സന്തോഷകരമായ ദിവസം. അപ്പൊ നമുക്കത് പറഞ്ഞ് ആരംഭിക്കാം. ദ ഹാപ്പി ഡേ ഇൻ മൈ ലൈഫ് ഈസ് മൈ ബർത്ത്ഡേ ഓർ മൈ 13th ബർത്ത്ഡേ, അതല്ലെങ്കിൽ ഈസ് ദ ഡേ ഓഫ് മൈ മാരേജ്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും. ഓക്കെ, റെഡിയല്ലേ? അടുത്ത പ്രാവശ്യത്തേക്ക് വൈകാമോൾ. ഓക്കെ അഫ്ല, യെസ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്, യെസ്. അപ്പൊ നിങ്ങളോടാകുമ്പോൾ എനിക്ക് ധൈര്യമായിട്ട് പറയാം, കാരണം പറയാം, ഹാപ്പി ഡേ ഇൻ യുവർ ലൈഫ്. ഡേ ആവാം, അല്ലെങ്കിൽ അതൊരു ഇൻസിഡന്റ് ആകാം, ഒരു സംഭവമാവാം, ഒരു സംഗതിയാവും. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ആ ഒരു സംഗതിയെ നമ്മൾ ഇവിടെ അവതരിപ്പിക്കും. ഓക്കെ, അടുത്ത പ്രാവശ്യത്തിൽ റെഡി ആക്കി വെക്കാം. ഓക്കെ, ഹാപ്പി ഡേ, യെസ്. അപ്പൊ ഇനി നമ്മൾ ടെൻസിലോട്ട് വരികയാണ്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു നിർത്തിയത് പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ഒരു ടെൻസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി അതിന്റെ അകത്ത് ഇനി അവശേഷിക്കുന്ന 9ാമത്തെ ടെൻസിന്റെ ഫോമിന്റെ പേരാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ സബ്ജക്റ്റ് എഴുതുന്നു. അത് കഴിഞ്ഞതിന് ശേഷം വില്ല് അല്ലെങ്കിൽ ഷാൽ എഴുതുന്നു, വില്ല് ഓർ ഷാൽ. അത് കഴിഞ്ഞതിന് ശേഷം ഹാവ് എഴുതുന്നു, പിന്നെ വെർബ് എഴുതുന്നു. ആ വെർബിന്റെ 3ാമത്തെ ഫോം അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അത് ഉപയോഗിക്കുന്നു. സബ്ജക്റ്റ്, ഹാസ് അല്ലെങ്കിൽ ഹാവ്, സോറി വില്ല് അല്ലെങ്കിൽ ഷാല്, അത് കഴിഞ്ഞതിന് ശേഷം ഹാവ്, പിന്നെ വെർബ്, ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇതിനെയാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് പറയുന്നത്. I will repeat: subject plus will or shall plus have plus verb, ആ വെർബിന്റെ 3ാമത്തെ ഫോം അഥവാ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. സുരേഷ്മി ഗുഡ് മോർണിംഗ്. അതിനെയാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയും. അപ്പൊ അതിന്റെ അർത്ഥം എന്ത് വരും നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ നോക്കി, ഷീ വിൽ ഹാവ് ഗോൺ ടു മദ്രാസ്. ഷീ വിൽ ഹാവ് ഗോൺ ടു മദ്രാസ്. ഓക്കെ യുവി പോൾ, ഗുഡ് മോർണിംഗ്. ഷീ വിൽ ഹാവ് ഗോൺ ടു മദ്രാസ്. അപ്പൊ അതിന്റെ അർത്ഥം എന്ത് വരും? അവൾ മദ്രാസിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടാകും, അല്ലെങ്കിൽ പോയിട്ടുണ്ടാകും. ഇതാണ് അതിന്റെ ആൻസർ. അല്ല, മീനിങ് വിൽ ഓർ ഷാൽ ഹാവ് പ്ലസ് വെർബ്, വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അതിനെയാണ് നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ വേറെ എക്സാമ്പിൾ പറയാം. ഐ വിൽ ഹാവ് കംപ്ലീറ്റഡ് ദി പ്രോജക്ട് ടുമോറോ. നാളെ ഞാൻ ഈ പ്രോജക്റ്റ് പൂർത്തിയാക്കിയിട്ടുണ്ടാകും. ഐ വിൽ ഹാവ് കംപ്ലീറ്റഡ്. യു വിൽ ഹാവ് റെഡ് ദാറ്റ് നോവൽ. നിങ്ങൾ ആ നോവൽ വായിച്ചിട്ടുണ്ടാകും. യു വിൽ ഹാവ് മിസ്റ്റേക്കൻ മീ. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകും. They will have taken the book. അവർ ബുക്ക് എടുത്തിട്ടുണ്ടാകും. She will have studied English poem. അവൾ ഇംഗ്ലീഷ് പോയം പഠിച്ചിട്ടുണ്ടാകും. അപ്പൊ സബ്ജക്ട് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാലെ പ്ലസ് പിന്നെ ഹാവ് പിന്നെ വെർബ് ഉപയോഗിക്കുക. ആ വെർബിന്റെ 3ാമത്തെ ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ലെങ്കിൽ വിത്ത് ഉപയോഗിക്കുക. അതിനെയാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് പറയുന്നത്. ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഓക്കെ, ഇനി നിങ്ങൾ നിങ്ങളുടെ എക്സാമ്പിൾസ് പറഞ്ഞ് നിങ്ങളുടേതായ രീതിയിൽ ശ്രദ്ധിക്കണം. സബ്ജക്റ്റ് വിൽ അല്ലെങ്കിൽ ഷാല് പിന്നെ ഹാവ് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. They will have നിമിഷ വിന്നുള്ളത് 1 ആക്കട്ടെ. 1 the match ഫസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, ബാക്കിയൊക്കെ കറക്റ്റ് ആണ്. 3ാമത്തെ ഫോം ഉപയോഗിക്കാം. B3. We will have changed the house by next month. Okay, so the correct ആണ്. I will have stopped. It will have stopped raining. Okay, 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 okay. Correct, Afla. ഐയും ബിയും വരുമ്പോൾ ഷാൽ വെച്ചു. ഐയും ബിയും വരുമ്പോൾ ഷാൽ വെച്ചു.
പിന്നെ വിൽ എന്ന് പറയുമ്പോൾ ഡിറ്റർമിനേഷൻ ഐ വിൽ ദാറ്റ് മീൻസ് ജൂബി ആ മീറ്റ് എന്നുള്ളത് മാത്രം ഇച്ചിരി മിസ്റ്റേക്ക് ഉണ്ട്, ഇത് കറക്റ്റ് ചെയ്യുക. അഫ്ല കറക്റ്റ് ആണ്. വിൽ ഹാവ് ഫിനിഷ്ഡ് മീറ്റിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കുക മെത്തഡ് കേട്ടോ. വിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിറ്റർമിനേഷൻ ആണ്. ഷാൽ എന്ന് പറയുമ്പോൾ ഡിറ്റർമിനേഷൻ അല്ല, പോകാം വരാം എന്ന് പറയുന്നത്. യെസ്. ഇപ്പോ ഞാനൊരു നിമിഷയോട് പറയുന്ന വർക്ക് തന്നിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നാളേക്ക്. അപ്പൊ അതിന് മറുപടി നിമിഷം പറയുന്നത് ഐ വിൽ കംപ്ലീറ്റ് എന്നാണോ ഐ ഷാൽ കംപ്ലീറ്റ് എന്നാണോ നോക്കിയിട്ട് എന്താണ് നിമിഷയുടെ ആറ്റിറ്റ്യൂഡ് എനിക്ക് മനസ്സിലാവും. ഐ വിൽ കംപ്ലീറ്റ് ദ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓക്കെ ശ്രുതി കറക്റ്റ് ആണ്. ഐ വിൽ കംപ്ലീറ്റ് ദ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായി എന്തൊക്കെ ശ്രമിച്ചാലും നിമിഷം അത് പൂർത്തിയാക്കിയിരിക്കും. ഡിറ്റർമിനേഷൻ വിൽ മനസ്സുണ്ട്, അങ്ങനെ പറഞ്ഞത്. വേർ ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ. എവിടെയാണ് മനസ്സുള്ളത് അവിടെ എന്തുണ്ട്, മാർഗവുമുണ്ട്. യെസ്. അപ്പൊ ഡിറ്റർമിനേഷൻ ആണ്. ഇനി ഐ ഷാൽ കംപ്ലീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പൂർത്തിയാക്കാം. അപ്പൊ എനിക്കൊരു ഡൗട്ട് കൂടി ഉണ്ട്, ചിലപ്പോ പൂർത്തിയാക്കില്ല. യെസ്. അപ്പൊ വില്ല് ഷാൽ ഉപയോഗിക്കുന്ന അനുസരിച്ച് കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവും അത് എന്താണ് ശരിയോ ചെയ്യൂല എന്നുള്ളത്. ഐ വിൽ എന്ന് നമ്മൾ ചില മലയാളത്തിൽ തന്നെ പറയുന്ന ടോൺ നോക്കിയിട്ട് നമ്മൾ പറയില്ലേ, അത് കറക്റ്റ് ആണ് കേട്ടോ. യെസ്. ഓക്കെ. ശ്രീലക്ഷ്മി അതിനകത്ത് ഹാവ് കൂടി ചേർക്കണം. ഫൗസിയ റീഡ് ING വേണ്ട, രണ്ട് മതി കേട്ടോ. ഓക്കെ അഫ്ല കറക്റ്റ് ആണ്. ദേ വിൽ ഹാവ് ലെഫ്റ്റ്. ഓക്കെ. ഉറക്കല്ലേ സബ്ജക്റ്റ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാല് പിന്നെ ഹാവ് പിന്നെ വെർബിന്റെ മൂന്നാമത്തെ ING ഒന്നും വരില്ല, സെക്കൻഡ് വരുന്നതിൽ വരുള്ളൂ. അപ്പൊ മൂന്നാമത്തെ. യെസ്. ഓക്കെ. പ്രിയട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നത്. അതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കുന്നത് ഇതേ വാചകത്തിന്റെ നെഗറ്റീവ് വാചകങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇനി നോക്കുന്നത്. നെഗറ്റീവ് വാചകങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് ഒരു നോട്ട് ചേർക്കണം. ഇതിനു മുമ്പൊക്കെ നമ്മൾ പറഞ്ഞ അതേ മെത്തേഡ് തന്നെ നെഗറ്റീവ് വാചകം എഴുതാൻ വേണ്ടിയിട്ട് ഒരു നോട്ട് ചേർക്കണം. ആ നോട്ട് എവിടെ ചേർക്കണം? ഇതിന്റെ അകത്തും ഒരു നോട്ട് ചേർക്കാൻ മതി. ആ നോട്ട് എവിടെ ചേർക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വില്ലിന്റെയും ഹാവിന്റെയും ഇടയില്. ഓക്കെ സുരേഷ്മി കറക്റ്റ്. വിൽ നോട്ട് ഹാവ് അത് വരും. അതല്ലാതെ നോട്ട് കൊണ്ടുവന്ന് ഹാവിന് ശേഷം ചേർക്കരുത്. വില്ല് കഴിഞ്ഞിട്ട് ഹാവിന് മുമ്പായിട്ട് നോട്ട് വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ദേ വിൽ നോട്ട് ഹാവ് ലെഫ്റ്റ് ഫോർ ദുബായ്. അവർ ദുബായിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഐ വിൽ നോട്ട് ഹാവ് കംപ്ലീറ്റഡ് ദ പ്രോജക്ട്. ആ പ്രോജക്റ്റ് ഞാൻ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഷീ വിൽ നോട്ട് ഹാവ് റെഡ് ദ നോവൽ. അവൾ ആ നോവല് വായിച്ചു കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഹി വിൽ നോട്ട് ഹാവ് ക്ലീൻഡ് ദ റൂം. അവൻ ആ റൂം വൃത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ടാവില്ല. യെസ്. അങ്ങനെ വിൽ നോട്ട് ഹാവ് വെച്ചിട്ട് നമുക്ക് പറയാം വിൽ നോട്ട് ഹാവ്, വിൽ നോട്ട് ഹാവ്. ഓക്കെ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വിൽ നോട്ട് ഹാവ്. ഓക്കെ. സോ വിൽ നോട്ട് ഹാവ് റൈറ്റ്. ഐ വിൽ നോട്ട് ഹാവ് കംപ്ലീറ്റഡ്. ശരി, ഒരു ഡി വിളിച്ചത് കംപ്ലീറ്റിന്റെ കൂടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. കംപ്ലീറ്റഡ് COMPLED കംപ്ലീറ്റഡ്. ഓക്കെ. ഏതെങ്കിലും രീതിയിൽ പറഞ്ഞോളൂ. നോട്ട് ചേർക്കുക. വില്ലിന്റെ ഹാവിന്റെ നടുക്ക് നോട്ട് ചേർത്തിട്ട് ഒരു വാചകം പറഞ്ഞു. He will not have finished the work. Okay, Nimisha, correct. Yes, will not have. She will not have cooked dinner. Okay, so the correct one. They shall not have earned the EARNED. Earned. Past participle. Earned. Past participle. Earned. Yes. They will not have left Dubai. Okay, Sudhi. She will not have started studying. Okay, Afla.
ആർക്കെങ്കിലും? She will not have cooked. Housia, ing past participle. They will not have Nimisha meet no past participle. Met. Meet met. Okay, Nimisha corrected. Okay, Nimisha. Okay, here correct. I will not have finished my work today. He will not selection will have to wait. The remember me. Not able to have will not have. Yes. About future perfect. I will not have been searching for internet. Apply the money പഠിക്കാൻ പോകുന്ന വേറൊരു ടെലിസ്കോപ്പ് വന്നു. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെലിസ്കോപ്പ് മാറി. ബീൻ വന്നു കഴിഞ്ഞപ്പോൾ വേറൊരു ടെലിസ്കോപ്പ് വന്നു. ഓക്കെ, യെസ്. അഫ്ല താമസിക്കുന്നത് എവിടെയാണ്? അഫ്ലയുടെ നാട് എവിടെയാണ്? She will not have attended. You be have വിട്ടുപോയി attended എന്നുള്ളതിന്റെ past participle ആയിരിക്കും. ATTENDED. യെസ്. അപ്പൊ നമ്മളിവിടെ എന്തെങ്കിലും യെസ്. അപ്പൊ ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ എക്സാമ്പിൾ നെഗറ്റീവ് ആയിട്ടുള്ള വാചകങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ഇതിന്റെ ക്വസ്റ്റ്യൻ മോഡലുള്ള വാചകങ്ങളിലേക്ക് കിടക്കുന്നു. അത് നമ്മൾ ചെയ്യുമ്പോൾ ഈ ഷാല് അല്ലെങ്കിൽ വില്ല് അത് ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിട്ട് മറന്നു? ചോദ്യം മറന്നു. വിൽ യു ഹാവ് അറ്റൻഡഡ് ദ പ്രോഗ്രാം? നിങ്ങൾ ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടാകുമോ? വിൽ യു ഹാവ് മീറ്റ് വിൽ യു ഹാവ് മെറ്റ് യുവർ ക്ലോസ് ഫ്രണ്ട്? നിങ്ങളുടെ അടുത്ത സുഹൃത്തിനെ കണ്ടിട്ടുണ്ടാകുമോ? വിൽ ഐ ഹാവ് ഫിനിഷ്ഡ് ബൈ ടുമാറോ? ഓക്കെ ഫിനിഷ്ഡ് ഇറ്റ് കൂടി ചേർത്തത് ഒരു ഭംഗിയായി. യെസ്. വിൽ യു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് ശ്രീലക്ഷ്മി. ടുക്കിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. മറക്കലെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ടേക്ക് പ്രസിഡൻസ്. ടുക്ക് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണ്? ടേക്ക് ടുക്ക് ആർക്കെങ്കിലും? ടേക്കൻ. ഓക്കെ ശ്രീലക്ഷ്മി ടേക്കൻ എന്നല്ല ടേക്കൻ. ശരിയായി. വില്ലോ ഷാലോ ആദ്യം പറഞ്ഞിട്ട് അതെന്തായാലും മാറ്റുക, ഒരു ചോദ്യം മാറ്റുക. യെസ്. Will you have taken the book? Will you have? Okay, Srishmi, have ഇടയ്ക്ക് വിട്ടുപോയിട്ടുണ്ട്. അത് കൂടിയാണ് ചേർത്തിട്ട്. You കഴിഞ്ഞിട്ട് have കൂടി ചേർത്തിട്ട്. Will you have? Will they have reached the station? Okay, Sudhi, correct. Will they have reached the station? Correct. Will you have come tomorrow? Okay, correct. Nimisha, come, came, come. Okay. Will you have come today? Okay, Fauziya, correct. The question mark ഇട്ടേക്ക, ചോദ്യമായിരുന്നു കേട്ടോ. Will you have reached at time? Yes, കൃത്യസമയം എന്ന് പറഞ്ഞാൽ ഓൺ ടൈം എന്ന് പറയാം. ഓൺ ടൈം. Will you have purchased new car? Okay, after the question mark ഇട്ടേക്ക, correct. Will you have purchased new car?
Will you have drawn this painting? Okay, Sudhi. Draw, drew, draw. Yes. So, if we have tense in there, move forward. Another put past participle go into the idea. And the past participle go with go. Other just to remain in the walk and and പഠിക്കേണ്ട ജസ്റ്റ് ഒന്ന് ഇടയ്ക്കൊന്ന് മറിച്ച് നോക്കിക്കൊണ്ടിരുന്നാല് അത് നമ്മുടെ ഓർമ്മയിലേക്ക് വരും. ഓക്കെ, അപ്പോ നമ്മുടെ ടെൻസ് will she have passed the examination? ഓക്കെ നിമിഷ, യെസ് കറക്റ്റ് ആണ്. അപ്പൊ ഇവിടെ നമ്മളൊരു will they have played cricket? ഓക്കെ ശ്രുതി കറക്റ്റ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത് 9 വീതം വരുന്ന 3 സെറ്റ്. Simple present, past, simple present, simple past, simple future. Come on. Present continuous, past continuous, future continuous. That's one. Another one, present perfect, past perfect, future perfect. Yes. Now, you only have to parallel. You have to do manage. For pudu part pencil, you have to do future in the parallel. Ella thindeyum kode will അല്ലെങ്കിൽ shall. Future ആണ് ബില്ലിംഗ് വിഷയങ്ങൾ. ഫോർ എക്സാമ്പിൾ നോക്കി, സിമ്പിൾ ഫ്യൂച്ചറിലും ഫ്യൂച്ചർ കണ്ടിന്യൂസിലും ഇപ്പൊ പറഞ്ഞ ഫ്യൂച്ചർ പെർഫെക്റ്റിലും വില്ല് ഷാലുണ്ട്. സിമ്പിൾ ഫ്യൂച്ചറിൽ വില്ലില്ലേ, സബ്ജക്റ്റ് പ്ലസ് വില്ല് അല്ലെങ്കിൽ ഷാല വെർബിന്റെ പെർസണലൈസ്ഡ്. ഇനി ഫ്യൂച്ചർ കണ്ടിന്യൂസിലും വില്ലില്ലേ, സബ്ജക്റ്റ് പ്ലസ് വില്ല് അല്ലെങ്കിൽ ഷാല ബി പ്ലസ് വെർബ് പ്ലസ് ഐ. ഇനി ഇപ്പൊ പറഞ്ഞ ഫ്യൂച്ചർ പെർഫെക്റ്റിലും വില്ലില്ലേ, subject plus will or shall plus have verb to past participle. അപ്പോൾ നമുക്ക് പറയാം ഫ്യൂച്ചർ എന്നല്ല അല്ലാതെ will അല്ലെങ്കിൽ shall ഉണ്ടാവും. അത് നമുക്കൊന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഈ അടുത്തത് കണ്ടിന്യൂസ് എന്ന ടെൻസ് ആണ്. അതിന്റെ എല്ലാത്തിന്റെ കൂടെ ing, ബാക്കിയുള്ളതിന്റെ കൂടെ ing വരില്ല. കണ്ടിന്യൂസ് ആയിട്ടുള്ള ടെൻസ്, കണ്ടിന്യൂവിങ്, കണ്ടിന്യൂസ് തുടരുന്ന, അതിന്റെ കൂടെയാണ് നമ്മളെപ്പോഴും ing കാണുന്നത്. അപ്പൊ നോക്കി, present continuous ing in the last, past continuous last ing, future continuous last ing. Present continuous എന്ന് പറയുമ്പോൾ subject plus is അല്ലെങ്കിൽ am അല്ലെങ്കിൽ are verb plus ing. Past continuous എന്ന് പറയുമ്പോൾ subject plus was അല്ലെങ്കിൽ were verb plus ing. Future continuous എന്ന് പറയുമ്പോൾ subject plus will അല്ലെങ്കിൽ shall be verb plus ing. അവിടെ ing. അപ്പൊ നമുക്ക് പറയാം കണ്ടിന്യൂസ് എന്ന് പറയുന്ന അതിൽ അവസാനിക്കുന്ന എല്ലാ ടെൻസിന്റെ കൂടെയും ing ചെയ്യുക. ഇനി നമുക്കൊന്ന് പറയാം, അടുത്ത് നമുക്ക് നിരീക്ഷിച്ച് നമുക്ക് കണ്ടെത്താം. പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്ന എല്ലാത്തിലും ഒന്നുകിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ് അല്ലെങ്കിൽ ഹാഡ്, ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നുണ്ടാവും. പെർഫെക്റ്റ് എന്ന് പറയും പ്രസന്റ് പെർഫെക്റ്റ് ആയാലും പാസ്റ്റ് പെർഫെക്റ്റ് ആയാലും ഫ്യൂച്ചർ പെർഫെക്റ്റ് ആയാലും, പെർഫെക്റ്റ് എന്ന് പറയുന്ന ആ ടെൻസിൽ ഒന്നുകിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ് അല്ലെങ്കിൽ ഹാഡ്, മൂന്ന് ഏതെങ്കിലും വെച്ച് വെച്ചിട്ടുള്ള ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം പെർഫെക്റ്റിൽ കയറിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഹാസ് അല്ലെങ്കിൽ ഹാവ്, അപ്പൊ ഒന്നില്ല വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ, അപ്പൊ ഹാഡ് അവിടെ ഒന്നില്ല. ഇത് നമ്മൾ ഇപ്പൊ പറഞ്ഞ ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ ഹാവ്, പിന്നെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അവിടെ ഹാവ്. അപ്പൊ പെർഫെക്റ്റ് ആയിട്ടുള്ള എല്ലാത്തിന്റെയും കൂടെയും ഹാസോ ഹാവോ ഹാഡോ വരും. കണ്ടിന്യൂസിന്റെ കൂടെ ഉള്ള ing വരും. ഫ്യൂച്ചറിന്റെ കൂടെ എല്ലാത്തിന്റെയും കൂടെ വിൽ അല്ലെങ്കിൽ ഷാൽ ഉണ്ടാകും. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. അപ്പൊ ഇത് ഞാനൊരു ഘട്ടം അവിടെ അവസാനിപ്പിക്കുകയാണ്. 9 ടെൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നത്. സിമ്പിൾ പ്രസന്റ്, സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസന്റ് ടെൻസ്, സിമ്പിൾ പാസ്റ്റ്, സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് ടെൻസ്, സിമ്പിൾ ഫ്യൂച്ചർ, സബ്ജക്റ്റ് പ്ലസ് will അല്ലെങ്കിൽ shall വെർബിന്റെ പ്രസന്റ് ടെൻസ്, പ്രസന്റ് കണ്ടിന്യൂസ്, സബ്ജക്റ്റ് പ്ലസ് is അല്ലെങ്കിൽ am അല്ലെങ്കിൽ are വെർബ് പ്ലസ് ing, പാസ്റ്റ് കണ്ടിന്യൂസ്, സബ്ജക്റ്റ് പ്ലസ് was അല്ലെങ്കിൽ were വെർബ് പ്ലസ് ing, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, സബ്ജക്റ്റ് പ്ലസ് will or shall പ്ലസ് be പ്ലസ് വെർബ് പ്ലസ് ing, പ്രസന്റ് പെർഫെക്റ്റ്, സബ്ജക്റ്റ് പ്ലസ് has or have പ്ലസ് വെർബ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ, past perfect, subject plus had plus verb past participle,
ഫ്യൂച്ചർ പെർഫെക്റ്റ് സബ്ജക്റ്റ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാൽ ഹാവ് വെർബ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ആർക്കെങ്കിലും ഈ 9 എണ്ണം മനസ്സിൽ നിന്ന് എടുത്ത് പറയാൻ പറ്റും? ശ്രമിക്കാൻ പറ്റും? ഓക്കെ, നിങ്ങളിപ്പോ മനസ്സിലിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്കറിയാം. പിന്നെ അതിന്റെ അർത്ഥത്തിൽ ഓക്കെ 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 അതെ 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 ശ്രുതി, അതെ അതെ യെസ്. ഇനി അതിനോടൊപ്പം തന്നെ നമുക്ക് വേറൊരു കാര്യം കൂടി നമുക്ക് എങ്ങനെ നോക്കാം. ആ 9 എണ്ണത്തിന്റെയും അർത്ഥം എങ്ങനെ വരുമെന്നുള്ളത് കൂടി നോക്കാം. അതുകൊണ്ട് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നമ്മൾ ഏതെങ്കിലും വാക്കെടുക്കാം. ഗോ, പോകാന്നല്ലേ? സിമ്പിൾ പ്രസന്റ് പോകാറുണ്ട്. സിമ്പിൾ പാസ്റ്റ് വരുമ്പോ പോയി. സിമ്പിൾ ഫ്യൂച്ചർ വരുമ്പോ പോകും. പ്രസന്റ് കണ്ടിന്യൂസ് വരുമ്പോ പോവുകയാകുന്നു. പാസ്റ്റ് കണ്ടിന്യൂസ് വരുമ്പോ പോവുകയായിരുന്നു. ഫ്യൂച്ചർ കണ്ടിന്യൂസ് വരുമ്പോ പോവുകയായിരിക്കും. പ്രസന്റ് പെർഫെക്റ്റ് വരുമ്പോ പോയി കഴിഞ്ഞിട്ടുണ്ട്. പാസ്റ്റ് പെർഫെക്റ്റ് വരുമ്പോ പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്യൂച്ചർ പെർഫെക്റ്റ് വരുമ്പോ പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ 9 എണ്ണത്തിന്റെയും മീനിങ് വരുന്നത്. അപ്പൊ നമ്മളത് ഇംഗ്ലീഷിലൊക്കെ സംസാരിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ഏത് വാക്കാണോ നമുക്ക് വേണ്ടത് ആ വാക്ക് ചേർക്കുക. ഏത് അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ആ ടെൻസ് നമ്മൾ ഉപയോഗിക്കുക. യെസ്. അപ്പൊ ശ്രുതി SMS, ആർ യു റെഡി? യെസ് സർ. ഓക്കെ, പറഞ്ഞോളൂ ശ്രുതി. സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ ഫസ്റ്റ് ഫോം. യെസ്. പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് ING ഫോം ഓഫ് വെർബ്. വെരി ഗുഡ്. പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് വെർബിന്റെ തേർഡ് ഫോം V3. വെരി ഗുഡ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING ഫോം ഓഫ് വെർബ്. നമ്മൾ അങ്ങനെ എത്തിയിട്ടില്ല. യെസ്. ഓക്കെ ഓക്കെ ഓക്കെ, അത് കുട്ടി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അടുത്ത് നമുക്ക് പറയാൻ പോണാണ്. ഓക്കെ, പറഞ്ഞു. നമ്മൾ 9 പറഞ്ഞു. സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ സെക്കൻഡ് ഫോം V2. ഇനി പാസ്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് കണ്ടിന്യൂസ് സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് ING ഫോം ഓഫ് വെർബ്. ഓക്കെ, ഇനി ഫ്യൂച്ചർ പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3. ഓക്കെ, ഇനി സിമ്പിൾ ഫ്യൂച്ചർ. സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഹാവ് പ്ലസ് V1. will or shall plus V1. Okay, future continuous. Subject plus will or shall plus ING form of verb. ഒരു വാക്കിന്റെ ഇടയ്ക്ക് വിട്ടുപോയി. എന്താ സർ? ഒരു വാക്ക് വിട്ടുപോയി. B form. B plus verb plus ing. Okay. Okay sir. ബി എന്ന് പറയുമ്പോഴേ അത് പ്രസന്റ് ടെൻസ് ആയിട്ടുള്ള വിചാരിക്കുക കേട്ടോ. ബി എന്ന് മാത്രം പറയുമ്പോൾ ആയിരിക്കുക. യെസ്. ഓക്കെ. ഈസ് അല്ലെങ്കിൽ ആണെങ്കിൽ ബി വെർബിൽ വരുന്നത്. ഈസ് അല്ലെങ്കിൽ ആണെങ്കിൽ ആണ്. അതിന് പാസ്റ്റ് ടെൻസ് ആണ്, വാസം ആണ്. ഓക്കെ, അപ്പൊ അത് കറക്റ്റ് ആണ് പറഞ്ഞത്. ഇനി ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ആകുമ്പോൾ സബ്ജക്ട് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ഹാവ് പ്ലസ് V3 വെർബിന്റെ തേർഡ് ഫോം. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. അപ്പൊ ഇത് ഒന്ന് ഓർത്ത് വെച്ചേക്ക് എല്ലാവരും. നമുക്കത് ഇംഗ്ലീഷിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ലെറ്റർ തയ്യാറാക്കുമ്പോൾ, അതുമല്ല എങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നമ്മൾക്കൊന്ന് പറയാൻ ശ്രമിക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് ആവശ്യം വരും. ആ സമയത്ത് നമുക്കൊന്ന് പൊടി തട്ടി എടുക്കാം. എപ്പോഴാണോ നിങ്ങൾക്ക് ആവശ്യം വരുന്നത് അപ്പോഴൊക്കെ ഒന്ന് പൊടി തട്ടി എടുക്കാം. ഓക്കെ, അപ്പൊ അത്രയുമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാം. ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് പറയുന്ന സംഗതി കൂടി നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചു കേട്ടോ. ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഓക്കെ, വെരി ഗുഡ്. യെസ്. അപ്പൊ ഞാൻ നിങ്ങളുടെ 1-2 ചോദ്യങ്ങളിലേക്ക് കിടക്കുകയാണ്.
അടുത്ത പ്രാവശ്യം നമുക്ക് അടുത്ത ഒരു ടെൻസിനെ കുറിച്ച് നമുക്ക് നോക്കാം. Yes, I am going to ask you some questions and your answer should start with the first letter H. നിങ്ങളുടെ ഉത്തരം ആദ്യത്തേത് എച്ച് എന്ന് പറയുന്ന വേർഡിൽ ആരംഭിക്കണം. എച്ച് ആണ് ആദ്യത്തെ. ഓക്കെ 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 എച്ച്. എച്ച് കഴിഞ്ഞാൽ അടുത്ത ലെറ്റർ ഇ ആണ്. എച്ച് ഇ. ഓക്കെ ഹി. ഓക്കെ ശ്രീലക്ഷ്മി, എച്ച് ഇ എന്ന് പറയുന്ന ലെറ്ററിലാണ് ആരംഭിക്കേണ്ടത്. യെസ് എന്ന് പറയുന്നു അഫ്ല. ഞാൻ തന്നെ മാർക്ക് രേഖപ്പെടുത്തണോ അഫ്ല രേഖപ്പെടുത്തണോ? ഓക്കെ ഓക്കെ തന്ത്രപൂർവ്വം അഫ്ല കൈവഴിക്കും. യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. യെസ് ഓക്കെ ഓക്കെ ശ്രീലക്ഷ്മി. യെസ് 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 ലെറ്റ് us start. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മൾ ഇതിന്റെ അത് ജയിക്കുന്നതിനൊന്നും കാര്യമില്ല. ഓക്കെ ശ്രീലക്ഷ്മി, അതായത് ഭാഗ്യം എവിടെ നിന്ന് വരും നമുക്ക് പറയാൻ പറ്റില്ല. ലക്ക് എവിടെ നിന്നാണ്, ഓക്കെ ശ്രീലക്ഷ്മി, എവിടെ നിന്നാണ് കയറി വരുന്നത് പറയാൻ പറ്റില്ല. നിങ്ങൾ തലവര മാറാൻ വേണ്ടിയിട്ടൊന്നും അധികം സമയമൊന്നും വേണ്ട. നിസ്സാര സമയം മതി. ജസ്റ്റ് ചിലപ്പോ ഒരൊറ്റ ക്ലിക്കിൽ നിങ്ങൾ തലവര മാറിപ്പോകും. ഒരൊറ്റ ഉത്തരത്തിൽ ചിലപ്പോ ഒരുപാട് ചേഞ്ചസ് വരും. ഓക്കെ, അപ്പൊ നിങ്ങൾ വളരെ ഭാഗ്യമുള്ളവരാണ്. നിങ്ങൾ നല്ലതായിട്ട് ചിന്തിക്കുന്നത് നല്ല കൂട്ടത്തിൽപ്പെട്ട നല്ല കുട്ടികളല്ലേ, നല്ല ഭാഗ്യമുള്ളവരല്ലേ. ഓക്കെ, വെരി സിമ്പിൾ ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. A title that appears at the top of a news or article. Sudhi, Joby, Naisi. Sudhi, Joby, Naisi. Joby le. പിന്നെ ആരാണ് വന്നത്? അത് എല്ലാവരും കൊണ്ട് പറയുമ്പോഴേ അത് നിൽക്കുന്നില്ല. സാനുമാണ്. ഓക്കെ ഓക്കെ. ഇപ്പൊ ആദ്യമായിട്ട് ജൂബിയുടെ പേര് പറഞ്ഞതല്ലേ, ഇപ്പൊ ഐശ്വര്യക്കാര് കണ്ടു ജൂബിക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ 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 ഓക്കെ. ഭാവിയിൽ നമുക്ക് ചിരിക്കാം. ശ്രുതി, നൈസി, സാനു. ഓക്കെ 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 ശരി. ഓക്കെ, ഇങ്ങനെ പറഞ്ഞാലും മതി ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി പേര് മാത്രം രേഖപ്പെടുത്തിയാൽ മതി, ഞാൻ ഇവിടെ മാർക്ക് രേഖപ്പെടുത്തിക്കോളാം. യെസ് ഓക്കെ ഓക്കെ ഓക്കെ. അടുത്തത് yes, a place often often described as full of sufferings and fire. A place often Nimisha, Srirashmi, Srirashmi Nimisha, Srirashmi. Yes. Prasada. Yes. Prasada. Okay. Okay, that is hell. ഞാനത് പറയുന്നത് വിചാരിച്ചില്ല. അതൊരു ഇമാജിനറി സ്ഥലമാണ്, നരകം എന്ന് പറയുന്ന സ്ഥലം. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അടുത്തത് വെരി സിമ്പിൾ. The back part of the foot. The back part of the foot. Prasad, Sanu, Srilakshmi. Prasad, Sanu, and Srilakshmi. Afla. Yes. Srilakshmi ke bagaram Afla. Yes. Okay, Srilakshmi. Very good, very good, very good. Yes. About a similar ചോദ്യമാണ്. അപ്പൊ നിങ്ങൾക്ക് അതറിയാം. Yes. Next question. What you offer when someone is in need?
അഫ്ല, നിമിഷ, അഫ്ല നിമിഷ വന്നിട്ടുണ്ട്. അഫ്ല, നിമിഷ, ശ്രീലക്ഷ്മി. അഫ്ല, നിമിഷ ആൻഡ് ശ്രീലക്ഷ്മി. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, എഴുതിയിട്ടുണ്ട്. ഓക്കെ, then you will of the help. നിങ്ങളപ്പോൾ എന്ത് ചെയ്യും? ഹെൽപ്പ് ചെയ്യും. യെസ്, എ പ്ലേസ് believed to be full of peace and happiness. സാനു, നിമിഷ, ആരാണ്? സാനു, നിമിഷ, ശ്രീലക്ഷ്മി. യെസ്, ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, അതും ഒരു ഇമാജിനറി സിറ്റുവേഷൻ ആണ്. അങ്ങനെ ഒരു സ്ഥലം ഉള്ളതായിട്ട് ആരും രേഖപ്പെടുത്തിയിട്ടില്ല. ദാറ്റ് ഈസ് ആൻ ഇമാജിനറി. അടുത്തത് half, HALF, half of the earth divided by the equator. Half of the earth, നിമിഷ, ശ്രുതി, പിന്നെ ആരാണ് നോക്കിയത്? നിമിഷ, ശ്രുതി ഞാൻ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. നിമിഷ, ശ്രുതി, പിന്നെ ആരായിരുന്നു? ജൂബി. യെസ്, ജൂബിനൊക്കെ വന്നുള്ള. ഓക്കെ 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 ഓക്കെ, യെസ്, ഓക്കെ ഓക്കെ ഓക്കെ, റെഡി. ജൂബി. അപ്പോ ഹെമിസ്ഫിയർ ആണ്. ഹെമിസ്ഫിയർ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അടുത്തത് എ മെഷർമെന്റ് ഫ്രം ബേസ് ടു ടോപ്പ്. ശ്രീലക്ഷ്മി, അഫ്ല, ജൂബി. Am I right? ശ്രീലക്ഷ്മി, അഫ്ല, ഹീര, ശ്രുതി അല്ലേ? ശ്രീലക്ഷ്മി, ഹീര, ശ്രുതി. യെസ്, ഹീര വന്നിട്ടില്ലല്ലോ നേരത്തെ. ഹീര, ശ്രുതി. കറക്റ്റ് കറക്റ്റ് കറക്റ്റ്. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, അതാണ് ഹൈറ്റ് ആണ്. കറക്റ്റ് ആൻസർ. വെരി ഗുഡ് വെരി ഗുഡ്. അടുത്ത വെരി സിമ്പിൾ ആണ്. എ നാച്ചുറൽ ഡൈ, DYE, ഡൈ used for body art and coloring. സാനു, പ്രസാദ്, പിന്നെ ആരാണ്? അഫ്ല. സാനു, പ്രസാദ് ആൻഡ് അഫ്ല. It's a correct answer. Okay okay okay, Srilakshmi. Yes, about that is called henna. അതൊക്കെ അറിയാൻ പറ്റും. കാരണം ഒരു പക്ഷേ നിങ്ങൾ അത് വേറെ ആർക്കെങ്കിലും വേണ്ടിയിട്ടൊക്കെ ഉപയോഗിച്ച് കൊടുക്കുന്നതായിരിക്കും. ഓക്കെ ശ്രീലക്ഷ്മി, പെടുത്തിയിട്ടുണ്ട്. ഡോണ്ട് വറി. യെസ്, ഓക്കെ 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 ഓക്കെ. അതിപ്പോ ഓക്കെ 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 ഓക്കെ. യെസ്, അതായത് നിങ്ങൾ ആരും നുണ പറയില്ലാതെ എനിക്കറിയാം. അപ്പൊ ഞാൻ ചിലപ്പോൾ 3 എന്നുള്ള ചിലപ്പോൾ 4 ആക്കാറുണ്ട്. ഡോണ്ട് വറി. യെസ്, എ ട്രേറ്റ്, TRAIT, എ ട്രേറ്റ് passed down from parents to children. A trait passed down from parents to children. Okay, Nimisha, Srilakshmi and Sudhi. Nimisha, Srilakshmi and Sudhi. It's a correct answer. Okay, hereditary. നമ്മൾ പറയില്ലേ പാരമ്പര്യം എന്ന് പറയില്ലേ, ആ സംഗതി തന്നെയാണ് അത്, പാരമ്പര്യം. യെസ്, അടുത്തത് a medical condition where an organ pushes through a weak spot. A medical condition where an organ. Okay, Srilakshmi. Heart alla, Hira.
ഹെർണിയൻ ആൻസർ. ഹെർണിയൻ ആരൊക്കെയാണ് ലക്ഷ്മി പറഞ്ഞത്? ഹെർണിയ. ഓക്കെ 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 ഓക്കെ. ഹെർണിയ വന്നത് ആർക്കൊക്കെയാണ് ലക്ഷ്മി? ഹെർണിയ വന്നതല്ല, ഹെർണിയ ഉത്തരം പറഞ്ഞത്. സാനു നാൻസി അഫ്ല. ഓക്കെ, സാനു നാൻസി അഫ്ല. യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. ദാറ്റ് ഈസ് കോൾഡ് ഹെർണിയ കേട്ടോ. ബൾജ് ചെയ്ത് വരുന്നതാണ് നിങ്ങളുടെ കുടലിന്റെ വശത്ത്. ഓക്കെ 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 ഓക്കെ. അടുത്തത് a gas, GAS, that makes balloon float, FLOAT, float. ഓക്കെ. നിമിഷ പ്രസാദ്. നിമിഷ പ്രസാദ് കേട്ടിട്ട് ആരാണ്? നിമിഷ പ്രസാദ് ശ്രീലക്ഷ്മി. യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ദാറ്റ് ഈസ് കോൾഡ് ഹീലിയം. അതിന്റെ പേരാണ് ഹീലിയം. യെസ്. അടുത്തത് മാത്തമാറ്റിക്സ് അറിയാവുന്നത് പെട്ടെന്ന് പറയാം അല്ലെ? അടുത്ത ക്വസ്റ്റ്യൻ. A shape, SHAP, with 6 sides, SIDES. Sanu, Naisi, Nimisha. Am I right? Sanu, Naisi, and Nimisha. Okay, okay. I think it is right. Okay, the answer is hexagon. HEXAGON. Yes. Next question. Something that weighs, WEIGHS, that weighs a lot. Something that weighs a lot. Nimisha, Sanu, അടുത്ത ആരാണ്? നിമിഷ, സാനു, ഒരാൾ കൂടി ഉണ്ടായില്ല, ജൂബി അല്ലേ? വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്. ഓക്കെ ശ്രീലക്ഷ്മി, ദാറ്റ് ഈസ് കോൾഡ് ഹെവി. അതിന് പറയുന്ന പേരാണ് ഹെവി. അടുത്തത്. എ പേഴ്സൺ ഹു ഇൻഹെരിറ്റ്സ്, INHERITS, who inherits wealth or a title, WEALTH, wealth or a title. A person. Okay, Srishmi, good morning. Headline അല്ല ശ്രീലക്ഷ്മി, ഹീറോ അല്ല. ഞാൻ ഒന്നുകൂടി പറയാം. എ പേഴ്സൺ ഹു ഇൻഹെരിറ്റ്സ്, INHERITS, inherits wealth or a title, TITLE, title. ആരും തന്നില്ലെങ്ങനെ എഴുതി തരാം. കറക്റ്റ് വേറൊരു വാക്കാണത്. കറക്റ്റ് വേറെ ആരെങ്കിലും പറയുമോ നോക്കട്ടെ, ഇല്ലെങ്കിൽ നൈസിനെ നമുക്ക് പരിഗണിക്കാം ശ്രീലക്ഷ്മി. ഓക്കെ, ശ്രുതി ഇസ് എ കറക്റ്റ് ആൻസർ. ഹെയർ, HEIR, അവകാശി. അപ്പൊ ശ്രുതി, ജൂബി പോൾ, ശ്രീലക്ഷ്മി. ശ്രുതി, ജൂബി പോൾ ആൻഡ് ശ്രീലക്ഷ്മി. പിന്നെ നാൻസി ആദ്യം അതിന്റെ ഹെറിറ്റേജ് എന്ന വാക്കിന്റെ അടുത്ത് കൂടെ പോയത് കൊണ്ട് നാൻസിയെ ഞാൻ പരിഗണിച്ചു കേട്ടോ. ഇത് ഒളിമ്പിക്സ് മത്സരമൊന്നും ഇല്ലാത്തത് കൊണ്ട് നാൻസിയെ ഞാൻ പരിഗണിച്ചിട്ടുണ്ട്. ഓക്കെ. ഓക്കെ 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 ഓക്കെ. ആദ്യം തന്നെ പറഞ്ഞില്ല, ആ വാക്കിലെ എത്തിയില്ലേ കറക്റ്റ് ആയിട്ട്. യെസ്. അടുത്തത് ഞാനൊരു മീനിങ് ആണ് പറയുന്നത്, നിങ്ങൾ അതിന്റെ വൺ വേർഡ് പറഞ്ഞാൽ മതി. ടു റിക്കവർ, RECOVER, ടു റിക്കവർ ഫ്രം ആൻ ഇൻജുറി ഓർ ഇൽനെസ്. അഫ്ല, നിമിഷ, പിന്നെ ആരാണ്? അഫ്ല, നിമിഷ, ശ്രീലക്ഷ്മി. അഫ്ല, നിമിഷ ആൻഡ് ശ്രീലക്ഷ്മി. Okay, 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 okay. Yes, Nimisha. Okay, 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 okay. That is called heal. Suvapuduga, HEAL, heal. Yes.
അടുത്ത സിമ്പിൾ ആണ്. ദ പാസ്റ്റ് ടെൻസ് ഓഫ് ഹോൾഡ്, HOLD. Past tense of hold. Nimisha, Afla, Sun. Am I right? Nimisha, Afla and Sun. ശരിയാണ്. ഹെൽഡ് ആണ്. ശ്രുതിയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ശ്രുതി അല്ലേ? ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ശ്രുതിക്കുന്നുണ്ട്. ഓക്കെ 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 ഓക്കെ. ശ്രീലക്ഷ്മി, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്. അടുത്തത് നെക്സ്റ്റ് ബോട്ടണിയാണ്. എ പ്ലാന്റ്, PLANT, plant, used for medicine or cooking. ജൂബി നിമിഷ കഴിഞ്ഞതിന് ശേഷമാണ് പറഞ്ഞത്. ജൂബി നിമിഷ അഫ്ല. ജൂബി നിമിഷ ആൻഡ് അഫ്ല. യെസ്, എല്ലാവരും നല്ല നല്ല സ്കോറിലേക്കാണ് വരുന്നത്. യെസ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, ദാറ്റ് ഈസ് കോൾഡ് ഹെർബ്. ഹെർബ്. യെസ്. അടുത്തത് മീനിങ് ആണ് പറയുന്നത്. ഞാൻ വൺ വേർഡ് പറഞ്ഞാൽ മതി. എ ഫീമെയിൽ ലീഡ് ക്യാരക്ടർ. എ ഫീമെയിൽ ലീഡ് ക്യാരക്ടർ. സാനു, ജൂബി പോൾ, കറക്റ്റാണ്. ഹീറോയിൻ സാനു, ജൂബി പോൾ, പിന്നെ ആരാണ്? അഫ്ല. യെസ്. ഓക്കെ, ശ്രുതി കറക്റ്റാണ്. യെസ്, ദാറ്റ് ഈസ് കോൾഡ് ഹീറോയിൻ, നായിക. എ ഫീമെയിൽ ലീഡ് ക്യാരക്ടർ. അടുത്തത് എ സ്റ്റേറ്റ്, STATE, a state of being free from illness. A state of being free from illness. ജൂബി പോൾ. ഓക്കെ, ജൂബി പോൾ, ശ്രീലക്ഷ്മി, പിന്നെ അടുത്ത ആരാണ്? അഫ്ലയും, ജൂബി പോൾ, ശ്രീലക്ഷ്മി, ശ്രുതി. അപ്പൊ ജൂബി പോൾ, ശ്രീലക്ഷ്മി ആൻഡ് ശ്രുതി. ഞാനേ അഫ്ലനെ കൂടി പരിഗണിച്ചു, കാരണം കറക്റ്റ് പേര് പറഞ്ഞത് അഫ്ലയാണ്. ഹെൽത്ത് അല്ല, ഹെൽത്തി. ഹെൽത്തി എന്നാണ് കറക്റ്റ്. അപ്പോ ബാക്കിയുള്ളവരെ ഹെൽത്ത് ആണ് പറഞ്ഞത്. ഓക്കെ ഓക്കെ, നിമിഷമാണ് പറഞ്ഞത്. ഓക്കെ 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 ഓക്കെ, നിമിഷയാണ്. യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഭയങ്കര ഹെൽത്തി ആണ്. യെസ്, അഫ്ലക്ക് മുമ്പാരാണ് പറഞ്ഞത് ശ്രീലക്ഷ്മി? നിമിഷയാണ്. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ രണ്ടുപേരും പരിഗണിച്ചിട്ടുണ്ട്. യെസ്, ഓക്കെ ഓക്കെ. അപ്പൊ നോക്കി, ഞാൻ ചോദ്യം ഒന്നുകൂടി. സ്റ്റേറ്റ് ഓഫ് ബീയിങ് ഫ്രീ ഫ്രം ഇൽനെസ്, രോഗമില്ലാത്ത അവസ്ഥ, ഹെൽത്തി സിറ്റുവേഷൻ, ഹെൽത്തി. യെസ്. അടുത്തത് എ കോമൺ ഗ്രീറ്റിംഗ്. എ കോമൺ ഗ്രീറ്റിംഗ്. നിമിഷ, അഫ്ല, അടുത്തതാരാണ്? ഹലോ, കറക്റ്റ് ആണ്. നിമിഷ, അഫ്ല, ശ്രീലക്ഷ്മി. ഓക്കെ, കറക്റ്റ്. എ കോമൺ ഗ്രീറ്റിംഗ്, ദാറ്റ് ഈസ് കോൾഡ് ഹലോ. അടുത്തത് ഒരു മീനിങ് ആണ് ഞാൻ പറയുന്നത്, നിങ്ങൾ എന്റെ പണ്ടുപേട് പറഞ്ഞാൽ മതി. ടു പോസ്, PAUSE, പോസ്. ടു പോസ് before making a decision. To pause before making a decision. Opala, held. To pause, PAUSE, pause before making a decision. Hira, correct answer. Hira, Srilakshmi, Nimisha. Hira,
Srilashmi and Nimisha. Okay, very good, very good, very good. Yes. അപ്പോ ആ ഒരു സെക്ഷൻ അവസാനിക്കുകയാണ്. ഇനി HE-യിലല്ല തുടങ്ങുന്ന ചോദ്യങ്ങളില്ല. യെസ്. അടുത്ത വേറെ മോഡലുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. അടുത്ത ചോദ്യത്തിന്റെ ആൻസർ ആരംഭിക്കുന്നത് പിയിലാണ്. പോലീസ്. പി. ടി അല്ല, പി 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 ഹെൽപ്പ്. പി പി. ഓക്കെ, പി തോന്നുന്നു അല്ലേ കുഞ്ഞു? പിയിൽ ആരംഭിക്കുക. യെസ്. ചോദ്യം ഇതാണ്: ഓപ്പോസിറ്റ് ഓഫ് ഇംപോസിബിൾ. ഓപ്പോസിറ്റ്. നിമിഷ, അഫ്ല, ആരാണ്? നിമിഷ, അഫ്ല, സുധി. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. അഫ്ല ഇല്ലേ? ആരാണ് ഇപ്പൊ? നിമിഷ, നൈസിയർ. ഓക്കെ 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 ഓക്കെ. യെസ്, ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. എന്ത് സത്യസന്ധനാണ്. യെസ്. അടുത്തത് ഒരു ഫില്ല് ഇൻ ദ ബ്ലാങ്ക്സിന് അടുത്തത് പദ്ധതി ഞാൻ പറയാം, ബാക്കി നിങ്ങൾ പറഞ്ഞാൽ മതി. ഹാരി ഡാഷ്. കേൾക്കുമ്പോൾ തന്നെ അറിയാം. ഓക്കെ. അഫ്ല. അഫ്ല കഴിഞ്ഞ പിന്നെ ആരായിരുന്നു? അഫ്ല, ഷീര, പിന്നെ നിമിഷ. യെസ്, കറക്റ്റ് ആണ്. ഹാരി പോട്ടർ. വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തത് പോർക്ക്. PORK. പോർക്ക് ഈസ് മെയ്ഡ് ഔട്ട് ഓഫ് ഡാഷ്. ശ്രുതി, നിമിഷ, അഫ്ല. ശ്രുതി, നിമിഷ, അഫ്ല. Okay, okay, okay. Is made out of pig. Yes, very good, very good. Another question. A man who comes to deliver post, POST. A man who Nimisha, Hira, കഴിഞ്ഞിട്ട് son. Okay. Yes, correct answer ആണ്. That becomes his postman. ആളുടെ പേര് നമ്മൾ പോസ്റ്റ്മാൻ എന്ന് പറയും. അടുത്തത് fill in the blanks ആണ്. ഹാരി പോട്ടർ ആൻഡ് ദി ഡാഷ് സ്റ്റോൺ. ഹാരി പോട്ടർ ആൻഡ് ദി ഡാഷ് സ്റ്റോൺ. ഓക്കെ. ഹീര, Hira, Afla, Sudhi. Am I right? Hira, Afla, and Sudhi. Okay, okay, okay. Philosophers. Okay, correct. Another. A person who flies planes. Yes, correct answer ആണ്. ആരൊക്കെയാണെന്ന് ശ്രുതി പറയട്ടെ. ഇവിടെ എല്ലാം പൈലറ്റ് കറക്റ്റ് ആൻസർ ആണ്. ആരൊക്കെയാണ് ശ്രുതി? ഹീര, ശ്രീലക്ഷ്മി, പ്രസാദ്. ഹീര, ശ്രീലക്ഷ്മി ആൻഡ് കുഞ്ഞു. ഓക്കെ 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 ഓക്കെ. അഫ്ല ഇസ് ദ കറക്റ്റ് ആൻസർ. നമ്മൾ എഴുതിയിട്ടുണ്ട്. അടുത്തത് ഇത് നമുക്ക് അവസാനിപ്പിക്കാം. A spray for your body. A spray for your body. ഓക്കെ. നിമിഷ, ഹീര, ശ്രീലക്ഷ്മി.
പെപ്പർ കേട്ടോ, പെർഫ്യൂം ആണോ? ഹീര, നിമിഷ, ശ്രീലക്ഷ്മി. ഓക്കെ, യുബി കറക്റ്റ് ആണ്. ശ്രീലക്ഷ്മി, സാനുമാണ് അല്ലേ? ഓക്കെ 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 ഓക്കെ, യെസ്. അപ്പൊ ഞാൻ മാർക്കിലേക്ക് കിടക്കുകയാണ്. ഇന്ന് വളരെ മെച്ചപ്പെട്ട സ്കോറുകളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. യെസ്. അപ്പൊ നമുക്ക് നോക്കുമ്പോ നൈസിക്ക് 3 5 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. നൈസി 5 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. പ്രസാദ് കുഞ്ഞുവിന് 5 പോയിന്റ് തന്നെ ലഭിച്ചിട്ടുണ്ട്. 5 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഹീരയ്ക്ക് 7 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. ഹീരയ്ക്ക് 7 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. ഇനി ജൂബി പോളും ഹീരയുടെ ഒപ്പമുണ്ട്. 7 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. 7 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് സാനുവിന് 10 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. 10 പോയിന്റ് സാനുവിന് ലഭിച്ചിട്ടുണ്ട്. യെസ്. ഇനി ശ്രുതിയും സാനുവിന്റെ ഒപ്പം തന്നെയുണ്ട്. 10 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. 10 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. യെസ്. ഇനി അടുത്തത് അഫ്ലയ്ക്ക് 14 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. 14 പോയിന്റ് 14 കേട്ടോ, 14 അഫ്ലക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മിക്ക് 13 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. ശ്രീലക്ഷ്മിക്ക് 13 പോയിന്റ്. ഇനി അടുത്തത് നിമിഷ. നിമിഷയാണ് ടോപ്പ് സ്കോറർ. നിമിഷയ്ക്ക് 19 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. 19 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോ മാർക്ക് കുറഞ്ഞവർക്കും കൂടിയവർക്കും കിട്ടാത്തവർക്കും ഒരുപോലെ അഭിനന്ദനങ്ങൾ പറഞ്ഞുകൊണ്ട് അടുത്ത ഒരു ടെൻസുമായിട്ടും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു സന്തോഷകരമായ ഒരു ദിവസം നിങ്ങൾ ഓർത്തിട്ട് അതിനെക്കുറിച്ചും നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ, we will meet in the next class. Okay, Kunju. Okay. Thank you, sir. Okay.